കേരളം വികസന കുതിപ്പിൽ പുതുവിസ്മയം തീർക്കുകയാണ്. നവകേരളത്തിൻ്റെ വികസന വിസ്മയമായി മാറിക്കഴിഞ്ഞ വിഴിഞ്ഞം ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ് ആകാനുള്ള ലക്ഷ്യവുമായി അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണം ആരംഭിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വികസനോന്മുഖമായ ഇടപെടലുകളുടെ ഫലമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ 2045 പൂർത്തിയാക്കേണ്ടിയിരുന്ന സമ്പൂർണ്ണ വികസനം 2028 യാഥാർത്ഥ്യമാക്കുവാൻ ഒരുങ്ങുകയാണ്. കൺസെഷണറുമായി 2023 ഏർപ്പെട്ട സപ്ലിമെൻ്ററി കൺസെഷൻ കരാർ പ്രകാരമാണ് തുറമുഖത്തിൻ്റെ 2, 3, 4 ഘട്ടങ്ങൾ 17 വർഷങ്ങൾക്ക് മുമ്പേ സംയോജിതമായി വികസിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. തുറമുഖ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 710 കപ്പലുകളിൽ നിന്നും 15.13 ലക്ഷം TEU കൈകാര്യം ചെയ്തുകൊണ്ട് മികച്ച പ്രവർത്തന മികവ് തുറമുഖം കാഴ്ചവെക്കുകയും യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ വൻകരകളിലെ പ്രമുഖ തുറമുഖങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കുവാനും ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിഴിഞ്ഞം തുറമുഖത്തിന് സാധിച്ചിട്ടുണ്ട്. ആഗോള സമുദ്ര അധിഷ്ഠിത ചരക്കു നീക്കത്തിൽ ഒരു സുപ്രധാന കണ്ണിയായും ദക്ഷിണേഷ്യയുടെ ഒരു തന്ത്രപ്രധാന വാണിജ്യ കവാടമായും വിഴിഞ്ഞം തുറമുഖം ഇതിനോടകം മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ആദ്യ ഓട്ടോമാറ്റഡ് തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ തുറമുഖത്തിൻ്റെ 1ാം ഘട്ടം 10 ലക്ഷം TEU കണ്ടെയ്നർ വാർഷിക സ്ഥാപിത ശേഷി 2024 ഡിസംബർ 3 പ്രവർത്തനക്ഷമമാവുകയും തുറമുഖത്തിൻ്റെ വാണിജ്യ പ്രവർത്തനങ്ങൾ വിജയകരമായി പുരോഗമിക്കുകയുമാണ്. ഈ വിജയഗാഥയുടെ തുടർച്ചയെന്നോണം തുറമുഖ വികസനത്തിൻ്റെ തുടർഘട്ടങ്ങൾ അതിവേഗം നടപ്പിലാക്കുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തുറമുഖം 2ാം ഘട്ടത്തിൽ തുറമുഖ ശേഷി 10 ലക്ഷം TEU-വിൽ നിന്ന് 50 ലക്ഷം TEU വരെ ആയി ഉയരും. ബർത്ത് 800 മീറ്ററിൽ നിന്ന് 2000 മീറ്റർ ആയി വികസിപ്പിക്കും. ബ്രേക്ക് വാട്ടർ 3 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്റർ ആയി വികസിപ്പിക്കും. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് 2ാം ഘട്ടത്തിലെ ആകെ നിക്ഷേപം 9,700 കോടി രൂപയാണ്. 2ാം ഘട്ട വികസനം പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നറുകൾ എത്തിക്കാനും ഇവിടെ നിന്ന് കണ്ടെയ്നറുകൾ കയറ്റുമതി ചെയ്യാനും കഴിയും. റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കവും സാധ്യമാകും. ക്രൂസ് ടെർമിനൽ കൂടി വരുന്നതോടെ വൻകിട യാത്രാ കപ്പലുകൾക്കും വിഴിഞ്ഞത്ത് അടുക്കാനാകും. കേരളത്തിലെ വിനോദസഞ്ചാര രംഗത്ത് വലിയ കുതിപ്പേകുന്നതിനൊപ്പം സാമ്പത്തിക വളർച്ചയ്ക്കും വഴിയൊരുങ്ങും. 2ാം ഘട്ടത്തിൽ നിർമ്മിക്കുന്ന ലിക്വിഡ് ടെർമിനൽ പൂർത്തിയാകുന്നതോടെ വൻ കപ്പലുകൾക്ക് ദീർഘദൂര യാത്രയ്ക്കിടയിൽ ഇന്ധനം നിറയ്ക്കാൻ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്താം. നിലവിൽ വൻപൻ തുറമുഖങ്ങളിൽ മാത്രമേ ഈ സൗകര്യമുള്ളൂ. ഇത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തെ കാര്യമായി സഹായിക്കും. തെക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള യാത്രക്കിടയിൽ രാജ്യാന്തര കപ്പൽ പാതയ്ക്ക് സമീപത്തു നിന്ന് ഇന്ധനം നിറയ്ക്കാൻ സൗകര്യമുള്ളതിനാൽ കൂടുതൽ കപ്പലുകൾ വിഴിഞ്ഞത്തെ ആശ്രയിക്കും. അധികമായി ഭൂമി വേണ്ട വിഴിഞ്ഞം 2ാം ഘട്ട വികസനത്തിനായി അധികമായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ലെന്നതാണ് നേട്ടം. 55 ഹെക്ടർ ഭൂമി കടൽ നികത്തിയെടുക്കും. കണ്ടെയ്നർ യാർഡ് വികസിക്കുന്നതോടെ ഒരേ സമയം യാർഡിൽ സൂക്ഷിക്കാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം 35,000-ൽ നിന്നും 1 ലക്ഷമായി ഉയരും. ആകെ ക്രെയിനുകളുടെ എണ്ണം 100 ആകും. ഇതിൽ 30 ഷിപ്പ് ടു ഷോപ്പ് ക്രെയിനുകളും 70 യാർഡ് ക്രെയിനുകളും ഉണ്ടാകും. 800 മീറ്റർ ബർത്ത് എന്നത് 2 കിലോമീറ്റർ ആകും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ട്രേറ്റ് ബർത്ത് തുറമുഖമാകുന്നതോടെ ഒരേ സമയം 4 മദർഷിപ്പ് വിഴിഞ്ഞത്ത് അടുപ്പിച്ച് ചരക്ക് കൈമാറ്റം നടത്താനാകും. പുലിമുട്ടിൻ്റെ നീളം 4 കിലോമീറ്റർ ആക്കും. പുതിയതായി ഷിപ്പിംഗ് കമ്പനികളും ലോജിസ്റ്റിക് കമ്പനികളും വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിനനുസരിച്ച് തൊഴിൽ അവസരങ്ങൾ വർദ്ധിക്കും. വിഴിഞ്ഞം തുറമുഖത്തിലെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതുവരെ ഏതാണ്ട് 106 കോടി രൂപ നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്.